അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മുത്തുനബിയുടെ സ്വഹാബാക്കളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നും മുത്തുനബിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മുത്തുനബിയോട് ദ്വാരക്കാൻ പറയാണ്. എന്തിനാണ് ദ്വാരക്ക? യാ റസൂലല്ലാഹ്, എനിക്ക് ഷഹാദത്ത് കിട്ടാൻ, ഷഹീദായൊന്ന് മരിക്കാൻ കൊതിയുണ്ട് നബി, അതൊന്ന് ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി എനിക്ക് ദുആ ചെയ്തു തരണേ എന്നും പല തവണ മുത്തുനബിയോട് ബഹുമാനപ്പെട്ടവരിങ്ങനെ ദ്വാരക്കാൻ വേണ്ടി പറയണം. നോക്ക്, എന്തൊരു കൊതിയാണ് അവർക്ക്. ജീവിക്കലല്ല കൊതി, മരണപ്പെടലാണ്. അത് ഷഹീദിൻ്റെ മരണം. കാരണം അത്രമാത്രം ഈമാനാണ്. അതൊന്ന് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ എന്നും ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ദ്വാരക്കാൻ പറയാം. അങ്ങനെ മുത്തുനബി ഒരു ദിവസം ദുആ ചെയ്തു കൊടുത്തു. മുത്തുനബി ദുആ ചെയ്താൽ പിന്നെ പേടിയില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. മുത്തുനബി ദ്വാരക്കലോടുകൂടെ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമാണ്. കാരണം ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അതിൻ്റെ പിന്നീടുള്ള യുദ്ധം നടക്കുന്നത് ഉഹുദ് യുദ്ധമാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവരുടെ കൊതി പ്രകാരം മുത്തുനബിയുടെ ദുആഇൻ്റെ മുഅ്ജിസത്ത് പ്രകാരം ആ ഉഹുദ് യുദ്ധത്തിലെ ആദ്യം ഷഹീദായത് ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഇങ്ങനെ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായതിൻ്റെ ശേഷം അവിടുത്തെ ഉമ്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വരികയാണ്. വല്ലാത്ത വേജാരിലാണ്. കാരണം ഒരു മകൻ മരണപ്പെടുമ്പോൾ, ഒരു മകൻ ഷഹീദാകുമ്പോൾ അത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. ഒരു മകൻ നഷ്ടപ്പെട്ടു പോവുകയല്ലേ. അപ്പോഴാണ് മുത്തുനബിയോട് കൊണ്ട് ആ ഉമ്മ പറയാണ്, ഉമ്മ മുത്തുനബിയോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. എൻ്റെ മകൻ ഹാരിസത്ത് സ്വർഗത്തിലാണെങ്കിൽ നബിയെ അത് ഉറപ്പ് എനിക്ക് തരുമോ? എന്നാൽ ഞാൻ ഇനി ഒരിക്കലും ബേജാറാവില്ല, വിഷമിക്കില്ല, ദുഃഖിക്കില്ല, ഞാൻ കരയൂല. അല്ലെങ്കിൽ ഞാൻ എന്നും കരയും. എനിക്ക് ബേജാറ് അതാണ്. അവൻ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരണം. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഒന്നും പേടിക്കണ്ട ഉമ്മ, അവിടുത്തെ മകൻ ഹാരിസത്ത് സ്വർഗത്തിലാണ്. പിന്നെ വെടുക്കാൻ പോവാൻ, ഷഹീദായാൽ സ്വർഗത്തിൽ തന്നെയാണല്ലേ, സ്വർഗത്തിൽ ഉറപ്പിച്ചോളൂ എന്ന് ആ ഉമ്മയെ മുത്തുനബി സമാധാനിപ്പിക്കുകയാണ്. നോക്കണം, ബേജാരോടുകൂടെ, വിഷമത്തോടുകൂടെ, ദുഃഖിതരായിട്ട് കരഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ തൻ്റെ മകൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് വന്ന ഉമ്മ പിന്നീട് തിരിച്ചു പോകുന്നത് ചിരിച്ചുകൊണ്ടാണെന്ന് ചരിത്രകാർ പറയുന്നു. അൽഹംദുലില്ലാഹ്, എനിക്കത് മതി. ഏതായാലും എൻ്റെ മകൻ എപ്പോഴായും മരണപ്പെട്ടു പോകുമല്ലോ, പക്ഷേ ആ മകനെ ഞാൻ പ്രസവിച്ചത് ആ മകന് സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ്. അത് എന്നെക്കൊണ്ട് സാധിച്ചുവല്ലോ എന്ന് ആ ഉമ്മ പറയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഈമാനാണ്. അതെ, നമുക്കെപ്പോഴും വേണ്ടത് നമ്മളെ മക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കൽ എങ്ങനെയാണ് എന്ന ആ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല ഈമാൻ യഖീനതെന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.